ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് ഒരു കുട്ടി മിനി വ്ളോഗ് ആണ്. കുക്കിംഗ് മാത്രം കേട്ടോ, കുക്കിംഗ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഞാൻ ഈ ഫസ്റ്റ് കുറച്ച് ക്ലിപ്സിലൊക്കെ മാത്രമേ ഉള്ളൂ. ഒള്ളി കുക്കിംഗ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും മുഴുവനായിട്ട് ഇരുന്ന് കാണണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന 89% ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ എന്തെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല എനിക്ക് ഇനി വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിപ്പോൾ നല്ല കുട്ടിയായിട്ട് ഡെയിലി ഓരോ ഷോർട്ട് വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ഇപ്പോൾ ഇടുന്നുണ്ട്. അതെനിക്കിപ്പോൾ എന്താ പറയുക, ഒരു 1K വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഷോർട്ട് വീഡിയോസിനൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഒരു എന്താ പറയുക, ഇൻട്രസ്റ്റായി. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമ്മളൊന്നും രക്ഷപ്പെടാമുള്ള അങ്ങനത്തെ ഒരു ഇതായിരുന്നേ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടുന്നുണ്ട്. ഒന്നിൽ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് തലേ ദിവസം കേട്ടോ, അപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ തലേ ദിവസം പോയിട്ട് നമ്മൾ അമ്മയുടെ അടുത്ത് നിന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ, മാന്തൽ, പിന്നെ തൊട്ടപ്പുറത്ത് അക്കയുടെ അടുത്ത് നിന്ന് കുറച്ച് മറ്റേ കൊയ്പ്പച്ചീരയില്ലേ, ആ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇന്ന് കുക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഭയങ്കര ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ ഇങ്ങനെ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചേട്ടാ. ചെമ്മീൻ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്, എൻ്റെയും ഇച്ചാൻ്റെയും ബാബിക്കുട്ടൻ്റെയും ഒരു വീക്ക്നെസ്സാണ് ചെമ്മീൻ. അതുകൊണ്ട് ചെമ്മീൻ ഞങ്ങൾക്ക് എപ്പോഴും അവിടെ അമ്മയൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. വലുതാണെങ്കിൽ എടുത്ത് വെക്കുവേ. അപ്പോൾ അങ്ങനെ ചെമ്മീനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് കൊയ്പ്പച്ചീര താളിക്കാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം എന്നാണ് വിചാരിച്ചേട്ടാ. പക്ഷേ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് തേങ്ങ ഇട്ട കറി വേണ്ട, അതായത് തേങ്ങ ഇട്ട് ഇങ്ങനെ തോരൻ പോലെ ആക്കണത് വേണ്ട, പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മറ്റേ മെഴുക്ക് പോലെ എടുക്കൂലേ, മെഴുക്ക് പുരട്ടി പോലെയൊക്കെ എടുക്കൂലേ, അങ്ങനെ മതിയെന്ന്. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാന്തൽ എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മുളക് കറി വെക്കത്തില്ലേ, അതുപോലെ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊന്നുമില്ല, എല്ലാവരും വെക്കണ പോലെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കളറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെ കേട്ടോ ചെയ്തേക്കണത്. അപ്പോൾ ഈ ഒരു ലഞ്ച് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ കൊയ്പ്പച്ചീര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ. അപ്പോൾ അതും പിന്നെ ഈ മീൻ കറിയും ഒക്കെ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 5-6 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ ഞാൻ. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ചാനലോട് പറഞ്ഞാൽ എനിക്കിത് കണ്ടില്ലേ, ഇത് 6 സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് കൂടി എനിക്കിന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടിരിക്കണായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഞാൻ വീണ്ടും നോക്കി, അപ്പോൾ ആ 6 പേരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി ഗൈസ്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോൾ വരെ മനസ്സിലായിട്ടില്ല, എന്താണെന്ന് അറിയാനേ പാടില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ആരെങ്കിലും ആണ് ആ പണി കാണിച്ചെങ്കിൽ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, എന്നോട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം എൻ്റെ വീഡിയോ കാണാൻ, കേട്ടല്ലോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 732 ആയിട്ടുണ്ട് കേട്ടോ, 34 ആയിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആക്കി തരുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ഞാനിനി വീഡിയോസ് ഇങ്ങനെ തുടരെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കീപ് സപ്പോർട്ടിങ് കേട്ടോ. അതുപോലെ തന്നെ ഇല്ലേ, 1-2 പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണേ. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യടി, അതൊക്കെ സൂപ്പറല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ. പക്ഷേ എനിക്കതിനുള്ള കഴിവില്ല ഗൈസ്. കാരണം ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് എടുത്താലും പകുതി വെച്ച് അത് ഞാൻ മറന്നു പോവും. അറ്റ്ലീസ്റ്റ് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്കിലും എടുക്കണ്ടേ, ഞാനത് മറന്നു പോവും. ഞാൻ ഉച്ചയാകുമ്പോൾ അത് മറന്നു പോവും. പിന്നെ അതായത് ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ, ഉച്ച വരെ ഉള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് നോക്കി അറിയാൻ വേണ്ടി പറ്റും. ഉച്ച വരെ ഉള്ളതേ ഉണ്ടാവുള്ളൂ, കാരണം പിന്നെ ഞാൻ മറന്നു പോവും. അതിനുള്ള കഴിവെനിക്കില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ ഇപ്പോൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നവരെയുള്ള ഒരു വീഡിയോയെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഞാൻ എടുത്തിരിക്കും.
ചാലഞ്ച്. അതൊരു ചാലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എന്നോട് ഇങ്ങനെ ഒരുപാട് പേരൊന്നും റിക്വസ്റ്റ് ഒന്നും ചെയ്യാറില്ല, ഇടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ സജഷൻസ് ഒന്നും എനിക്കങ്ങനെ ആരും തരാറില്ല. പക്ഷേ ഞാൻ എടുക്കും. ഞാനിനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ ഈ ഒരു വീഡിയോ തന്നെ തലേ ദിവസം, ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേ എടുത്തിട്ട് പിറ്റേ ദിവസം സൺഡേ ഇപ്പോൾ ഈ ഒരു കുക്കിംഗ് ഒക്കെ എടുത്തതിന് ശേഷം അന്ന് പോലും എനിക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്ന് മൺഡേ, ഇന്ന് തന്നെയാണ്, ഇന്ന് എഡിറ്റ് ചെയ്യുന്നു, ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. അതിൽ വീഡിയോ എടുക്കുന്നതും ഞാൻ, എഡിറ്റ് ചെയ്യുന്നതും ഞാൻ, പോസ്റ്റ് ചെയ്യുന്നതും ഞാൻ, അത് ആ വീഡിയോയിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നതും ഞാൻ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എടുത്ത് തരാൻ പോലും ആരുമില്ല. ഞാൻ തന്നെയാണ്, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എന്താ പറയുക, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ എല്ലാം ഞാൻ തന്നെ, ഓൾ ഇൻ ഓളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരാളൊറ്റയ്ക്ക് റൺ ചെയ്യുന്ന ഒരു എന്താ പറയുക, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ആ ഒരു ലൈനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചു തരണം എന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. ചുമ്മാ തമാശക്ക് പറയാനുണ്ട് ഇങ്ങനെയൊക്കെ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കുക്കിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, ഞാൻ നോക്കാറുണ്ട്. കുക്കിങ്ങൊക്കെ ഞാൻ ഇടുമ്പോഴത്തേക്കും ഒരുവിധ ആൾക്കാരെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഇന്ന് ലഞ്ചിന് എന്തായിരുന്നു സ്പെഷ്യലെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ എൻ്റെ എല്ലാ കറികളും റെഡിയായി കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ഇതുപോലെ കുറേ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് മുമ്പൊക്കെ എൻ്റെ വീട്ടിൽ ഒരു കറി, ഒരു പരിപ്പ് കറി, ഒരു മുട്ട താളിച്ചതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ദൈവത്തിന് നന്ദി പറയാണ്, ഇപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കാനും നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്തായാലും ഈ മീൻ കറിയും പരിപ്പും അതുപോലെ ചീരയും, പരിപ്പും ചീരയും ഒന്നാണ് കേട്ടോ, അത് ഒരു കറിയാണേ, അതൊക്കെ കൂടി കൂട്ടി നന്നായിട്ട് ഈ ഒരു കുത്തിരിച്ചോറ് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി കാണാം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.